അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ, ഈ പരിശുദ്ധമായ അൾത്താരയിൽ എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് ഈശോയ്ക്കും അമ്മ മാതാവിനും സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തിന് അമ്മ മാതാവിനും ഈശോ അപ്പായ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എൻ്റെ പേര് സിസ്റ്റർ ആഗ്നസ്. ഞാൻ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ ഓൾഡ് ഏജ് ഹോമിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ വീട് തൊടുപുഴ ചിലവ് ഇടവകാംഗമാണ്. ഞാൻ 2023 നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയിൽ നിന്നാണ് കൃപാസന അമ്മ മാതാവിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കൃപാസനം അമ്മയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കേട്ടപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഇവിടെയെല്ലാം അമ്മ മാതാവ് ഒരുപാടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തയോടെ അമ്മ മാതാവിനെ പറ്റി ഒന്നും അറിയാൻ ആഗ്രഹിക്കാതെ ഞാൻ തിരിച്ച് ജർമ്മനിയിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരിക്കൽ യൂട്യൂബിൽ എന്തോ തിരയുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രസംഗവും ധ്യാനവും എല്ലാം കയറി വന്നു. പക്ഷേ അച്ഛൻ്റെ ശൈലി എനിക്ക് ഇഷ്ടമില്ലാത്തതിനാൽ ഞാൻ ആ ടോക്കുകളൊന്നും കേട്ടില്ല. അതങ്ങനെ കടന്നുപോയി. ഞാൻ അമ്മ മാതാവിനെ മറന്നും പോയി. പിന്നീട് ഒരിക്കൽ ഞാൻ യൂട്യൂബിൽ എന്തോ നോക്കുമ്പോൾ ഒരു യങ് ഗേൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ആ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉപേക്ഷിച്ചു പോയി. പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തോ പ്രയാസമുണ്ടായപ്പോൾ വീണ്ടും അമ്മ മാതാവിനെ തിരഞ്ഞുപിടിക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ നീസ് അവളും ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ജീവിക്കാതെ ഉടമ്പടി ഉപേക്ഷിച്ച് കഴിയുകയായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, എൻ്റെ മാതാവേ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നീസിന് വേണ്ടി എനിക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, നീ ആ ഉടമ്പടി ഏറ്റെടുത്ത് നടത്തുക. എനിക്കറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും. ഞാൻ അന്നു മുതൽ ഉടമ്പടി യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിനെപ്പറ്റി പഠിച്ചു. ഉടമ്പടി എടുക്കാതെ 3 മാസം ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഭംഗിയായി ഞാൻ മുന്നോട്ട് പോയി. പിന്നീട് ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഒരിക്കൽ അമ്മച്ചി എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചിക്ക് ഭയങ്കര തലവേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ എന്നും വൈകുന്നേരം സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് അമ്മ മാതാവിനോട് കരഞ്ഞുകൊണ്ട് പറയും, അമ്മ മാതാവേ, എനിക്ക് സഹിക്കാവുന്ന വേദനയെ തരാവുള്ളൂ എന്ന്, നീയും കൊച്ചുമേം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയ വിശ്വാസം, എനിക്ക് ഇത്ര പോലും വിശ്വാസമില്ലല്ലോ, ഞാനും പ്രാർത്ഥിക്കും, അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് തീരുമാനിച്ച് പിറ്റേ ദിവസം ഒരു ഫ്രൈഡേ ആയിരുന്നു. അന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ വിളിച്ചു പറയുന്നുണ്ട്, തലയിൽ മുഴയുള്ള ഒരു സഹോദരിയെ സൗഖ്യപ്പെടുത്തുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ അമ്മച്ചിക്ക് തലയിൽ മുഴയല്ലല്ലോ, ഞരമ്പ് ചുരുങ്ങുന്ന അസുഖമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടനെ അച്ഛൻ പറയുകയാണ്, തലയിലെ ഞരമ്പിൽ അതികഠിനമായ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയെ സുഖപ്പെടുത്തുന്നുവെന്ന്. അതെൻ്റെ അമ്മച്ചിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ അമ്മച്ചിക്കിപ്പോൾ സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ, വല്ലപ്പോഴുമൊക്കെ വരും. സഹിക്കാവുന്ന വേദന നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. രണ്ടാമതായി, ഞാൻ ജർമ്മനിയിലെ 2 സഹോദരങ്ങളെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 സഹോദരങ്ങൾ, ഒരു കുടുംബത്തിന് ആക്സിഡൻ്റ് ഉണ്ടായി, അവരെന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സഹോദരന് സ്ട്രോക്ക് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമായിരുന്നു, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ഉടനടി ഫലം ലഭിക്കുമെന്ന്. ഞാൻ 11 മണിക്കാണ് എനിക്ക് ന്യൂസ് കിട്ടുന്നത്. ആ രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് ആയുസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവർ 2 പേരും ഇന്ന് സുരക്ഷിതരായിരിക്കുന്നു. രോഗസൗഖ്യം അവർക്ക് നൽകി. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജോലി സ്ഥലത്ത് എനിക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായി, നല്ല പനിനീർപ്പൂവിൻ്റെ മണം. പക്ഷേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു അത് അമ്മ മാതാവാണെന്ന്. പിന്നീട് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ വരുമ്പോഴും എനിക്ക് നല്ല മണം. ഞാൻ എൻ്റെ സഹോദരിമാരോടെല്ലാം ചോദിച്ചു, നിങ്ങൾ എന്നാ വല്ല പെർഫ്യൂമും ഇവിടെ ഉപയോഗിച്ചോ? അവർ പറഞ്ഞു ഇല്ല എന്ന്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അത് അമ്മ മാതാവാണെന്ന്. അതിനുശേഷം രാത്രിയിലെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ റൂമിൽ നല്ല പനിനീർപ്പൂവിൻ്റെ മണം. പിന്നെ അവിടെ ആരോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, ഒരു ഫീലിംഗ്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അമ്മ മാതാവേ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് പേടിയാകുന്നുവെന്ന്. ഉടനെ അമ്മ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നു, മുട്ടുകുത്തി നിന്ന് കൈയും പിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ അതുപോലെ ചെയ്തു. അപ്പോൾ പുറകിൽ നിന്ന് ഒരു കരം എൻ്റെ
എൻ്റെ ഉരത്തിൽ കൊണ്ടുവന്ന് വെച്ച് എന്നെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ചു. പക്ഷേ ആ സുഗന്ധ അഭിഷേകം, ആ സ്മെൽ ഒരാഴ്ചയോളം എൻ്റെ റൂമിലുണ്ടായിരുന്നു. എൻ്റെ അവിശ്വാസത്തിന് ഞാൻ അമ്മ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം എനിക്ക് നൽകിയതിന് അമ്മയ്ക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിലോ മഞ്ജുവിന് കണ്ണിൻ്റെ കാഴ്ച കുറയുകയും സിവിയർ ഹെഡേക്കുമായിരുന്നു. പരിശോധനയിൽ കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതായിട്ട് കണ്ടെത്തി. 12 നോർമൽ, അത് 50 കൂടുതലായിരുന്നു. വിശദ പരിശോധനകൾ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്തോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അതെന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം, ചിലപ്പോൾ അത് ക്യാൻസർ രോഗം മൂലമായിരിക്കാമെന്ന് പറഞ്ഞു. അവരൊരു ബ്ലഡ് പ്രൊഫൈൽ ടെസ്റ്റ് എടുത്ത് പുറത്തേക്ക് അയച്ചു. 10 ദിവസം കഴിഞ്ഞേ അതിൻ്റെ റിസൾട്ട് വരികയുള്ളൂ. ആ 10 ദിവസങ്ങളിൽ ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മേ, എൻ്റെ മഞ്ജുവിന് ആയുസ് കൊടുക്കണം, ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗവുമായിരിക്കണം, വേറെന്ത് കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് നൽകിയത് മഹാ അനുഗ്രഹം. ഒരു മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പൂർണ്ണ സൗഖ്യത്തോടെ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് അമ്മ മാതാവിന് നന്ദി. പിന്നെ രാത്രിയിൽ ഞാൻ എപ്പോഴും 1 മണിക്കും 2 മണിക്കും ഒക്കെ ഇങ്ങനെ എഴുന്നേക്കുമായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുന്നേൽക്കുന്നതെന്ന്. ഒരു പ്രാവശ്യം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാ അമ്മ എന്നെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ 1 മണിക്കും 2 മണിക്കും എഴുന്നേൽപ്പിക്കുന്നത്? അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്കറിയില്ല എന്ത് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ കരുണക്കൊന്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെയും എന്നെ വീണ്ടും 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിൽ വിളിച്ചുണർത്തും. അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറയുകയാണ്, ഇന്ത്യൻ സമയം 5:30 എന്ന് പറയുന്നത് ജർമ്മനിയിൽ 2 മണിക്ക് ഡെയിലി ബ്ലെസ്സിങ് പ്രയറിൻ്റെ സമയമാണ്. നീ എഴുന്നേറ്റ് ഡെയിലി ബ്ലെസ്സിങ് പ്രയർ കൂടി പ്രാർത്ഥിക്കുക. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എന്നും 2 മണിക്ക് രാത്രിയിൽ എഴുന്നേറ്റ് ഡെയിലി ബ്ലെസ്സിങ് പ്രയർ കൂടും. ഡെയിലി ബ്ലെസ്സിങ് പ്രയറിൻ്റെ അടിയിൽ ഞാൻ ഇൻറ്റൻഷൻ എഴുതിയിടുമായിരുന്നു. എൻ്റെ നീസ് CMA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അവൾ പല പ്രാവശ്യം CMA എക്സാം എഴുതിയിട്ടും പാസ്സാകുന്നില്ലായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവും ഈശോയും കൂടെ കൺഗ്രാജുലേഷൻ എന്ന് എഴുതി ഒപ്പിട്ട് എനിക്ക് അവളുടെ സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞു. ഒരിക്കൽ രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു ക്ലാസ് റൂം ഞാൻ കാണുകയാണ്. അവിടെ ഒരു അധ്യാപകനും ഒരു അധ്യാപികയുമുണ്ട്. അവരൊരു മാർക്ക് ഷീറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഈ നടുക്കാണ് കൺഗ്രാജുലേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്, അത് ശരിയല്ല, അതുകൊണ്ട് ആ പേപ്പർ ഇങ്ങോട്ട് തന്നേരെ, ഞാനത് വാങ്ങിക്കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചു തരാമെന്ന്. അമ്മ മാതാവ് 4 സബ്ജക്റ്റിന് വിജയം നൽകി എൻ്റെ നീസിനെ അനുഗ്രഹിച്ചു. അടുത്ത 4 സബ്ജക്റ്റ് കൂടിയുണ്ട്. അത് ജൂണിൽ പരീക്ഷ എഴുതുകയാണ്. അമ്മ മാതാവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് വിജയം നൽകി ഒപ്പിട്ട് തിരിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് തൊട്ടേ ശുദ്ധീകരണ സ്ഥലത്തിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഇല്ലാത്ത ആത്മാക്കളോട് വലിയ സ്നേഹമായിരുന്നു. എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി സൂക്ഷിച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടി എല്ലാ മാസവും ഓരോ കുർബാന ചൊല്ലിക്കും. പിന്നെ എനിക്ക് കിട്ടുന്ന ഓഫ് ഡേയ്സിൽ ഞാൻ 2 കുർബാന കൂടി, ഒരു കുർബാന ഞാൻ അമ്മ മാതാവിനോട് പറയും, അമ്മ മാതാവേ, ഇത് ശുദ്ധീകരണ സ്ഥലത്തിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഇല്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ്, സ്വീകരിക്കണമേ എന്ന് പറയും. പിന്നെ ഞാൻ ചെയ്യുന്നത്, അമ്മ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്ത് അത് ഫോട്ടോയായിട്ടും ചെറിയ ബുക്ക് മാർക്കായിട്ടും ഒത്തിരി പേർക്ക് അവിടെ സഹോദരങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്തു. പിന്നെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരുപാട് പേരെ സഹായിക്കാനും എനിക്ക് അമ്മ മാതാവ് അനുവാദം നൽകി. ഇതിനെല്ലാത്തിനും അമ്മ മാതാവിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന ഇതായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാൻ സീറോയാണ്. അമ്മ മാതാവേ, നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഊണിലും ഉറക്കത്തിലും എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു. ഇന്ന് ഈ ദിവസം ഈ അമ്മ മാതാവിൻ്റെ, ജീവിക്കുന്ന അമ്മ മാതാവിൻ്റെ സ്നേഹമുള്ള ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ഈ അൾത്താരയിൽ നിന്ന് ഈ സാക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് കൃപ തന്ന അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും 1000 നന്ദി. ജെറമിയ 7:23. ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. സിസ്റ്റർ ആഗ്നസ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ഒരവധിക്കാലത്ത് കൃപാസനത്തിൽ വരികയും എന്നാൽ അമ്മ മാതാവിനെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തെങ്കിലും മാതാവിൻ്റെ വലിയ തീവ്രമായ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ഓൺലൈനിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴും അതും ആകർഷിച്ചിരുന്നില്ല എന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് സാക്ഷ്യം തുടങ്ങുന്നത്. എന്നാൽ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും സിസ്റ്ററിനെ വല്ലാതെ സ്വാധീനിച്ച് തുടങ്ങുമ്പോഴാണ് ജീവിതം കൃപാസനം മാതാവിലേക്ക് ചേർന്ന് നിൽക്കുന്നത്, ജീവിതത്തിന് ആത്മീയമായ വലിയ വളർച്ചയിലേക്ക് മാറുന്നതിന് സഹായിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, സാക്ഷ്യം കേട്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ഇടയ്ക്ക് വെച്ച് എൻ്റെ നീസ് ഇട്ടുപോയ ഉടമ്പടി ഏറ്റെടുത്ത് നടത്തുവാൻ എനിക്ക് സാധിക്കുമോ എന്നാണ്. അങ്ങനെ എങ്ങും കണ്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാനത് ഏറ്റെടുത്ത് നടത്തുന്നത് പോലെ 3 മാസത്തേക്ക് എൻ്റെ നീസിന് വേണ്ടി ആ ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ശരിക്കും സിസ്റ്ററിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ്, ഉടമ്പടി ജീവിതത്തിൻ്റെ മെറിറ്റും അവിടെയാണ്. മറ്റൊരാളുടെ ഉടമ്പടി വീണു പോകുമ്പോൾ ആ ഉടമ്പടി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ കുറവുണ്ടെങ്കിൽ അത് നിവർത്തണമേ, പരിഹരിക്കണമേ, ഈ ഒരു കുറവിലേക്കും നയിക്കാതെ ആ ഉടമ്പടിയുടെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സഹായിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോവുക. പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഓരോരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് സിസ്റ്റർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തേത് അമ്മയുടെ രോഗാവസ്ഥ ക്ലേശമുള്ളതായിരുന്നു. ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ കഴിഞ്ഞ സാക്ഷ്യത്തിൽ നമ്മളത് തന്നെയാണ് ശ്രമിച്ചത്. ഡെയിലി ബ്രെഡ് എത്രത്തോളം നമുക്ക് അനുഗ്രഹത്തിൻ്റെ അവസരമാകുന്നു. അച്ഛൻ ഓരോ പ്രഭാതത്തിലും നമുക്ക് വേണ്ടി ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്ര ദൂരെയാണെങ്കിലും നാം പ്രാർത്ഥിക്കുന്ന വ്യക്തി എത്ര അകലെയാണെങ്കിലും അത് സൗഖ്യത്തിനും സംരക്ഷണത്തിനും കാരണമാകുന്നുവെന്ന് വീണ്ടും ഈ സാക്ഷ്യത്തിൽ ആവർത്തിക്കുകയാണ്. സിസ്റ്റർ ജർമ്മനിയിലിരുന്ന തൊടുപുഴയിലുള്ള അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ സിസ്റ്റർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, തലയിലുള്ള മുഴ പോകുന്നതിനെക്കുറിച്ച് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുന്നു. എൻ്റെ അമ്മയ്ക്ക് മുഴയല്ലല്ലോ എന്നാണ് പെട്ടെന്ന് മനസ്സിലേക്ക് സിസ്റ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ചിന്ത. അടുത്ത വാചകം, നരമ്പിൻ്റെ ചുരുക്കമുള്ള വേദന രോഗം സൗഖ്യപ്പെടുന്നുവെന്ന് അച്ഛൻ അടുത്ത വാചകം ഉടനെ ദൈവാത്മാവിനാൽ പ്രചോദിതമായി ഉച്ചരിക്കുകയാണ്. സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്, ആ നിമിഷം മുതൽ അന്ന് മുതൽ പിന്നീട് ഇന്ന് വരെയും എൻ്റെ അമ്മയ്ക്ക് സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ, വളരെ ഗുരുതരമായ ജീവിതത്തിൻ്റെ വേദനയും രോഗാവസ്ഥയും മാറിക്കിട്ടിയെന്ന്. പിന്നീട് പറയുന്നുണ്ട് സിസ്റ്ററിലേക്ക് വന്ന രോഗാവസ്ഥ, അതിലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഗുരുതരമായ ക്യാൻസർ വരെ എത്താവുന്ന രോഗവിഷയങ്ങളുമൊക്കെ ഡോക്ടർമാർ പറയുമ്പോഴും പൂർണ്ണമായി ഉടമ്പടി മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മ ഏറ്റെടുത്താൽ ഇത് സൗഖ്യപ്പെടുമെന്ന വിശ്വാസത്തോടെ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന വിഷയവും അത് മരുന്ന് പോലും കഴിക്കാൻ ആവശ്യമില്ലാതെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു നീസിൻ്റെ വിഷയവും സൂചിപ്പിച്ചു. CMAയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അമ്മ മാതാവ് അത് പൂർണ്ണ വിജയമായി കുഞ്ഞിന് നൽകുന്നുവെന്നാണ്. ഈ ലഭിച്ച സൗഖ്യങ്ങളെയും അനുഭവങ്ങളെക്കാൾ ഉപരിയും ആത്മീയ ജീവിതത്തിൽ ലഭിച്ച കാഴ്ചപ്പാടുകളും അമ്മ മാതാവിൻ്റെ സാന്നിധ്യവുമാണ് ഏറ്റവും സന്തോഷത്തോടെ സിസ്റ്റർ പങ്കുവയ്ക്കുക. ഒരു ദിനം കിട്ടിയ സുഗന്ധാഭിഷേകം, ആ പ്രഭാതം മുഴുവനും ചെല്ലുന്നിടത്തൊക്കെയും അമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിറഞ്ഞ സുഗന്ധാഭിഷേകം അന്ന് സന്ധ്യയ്ക്ക് മുറിയെത്തുന്നതുവരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരാഴ്ചയോളം ആ സുഗന്ധാഭിഷേകം നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് ഉടമ്പടി ആഗ്രഹിച്ച് വിശ്വസിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നാം ഉറപ്പിച്ചു പിടിച്ചുവെന്ന് അമ്മയ്ക്ക് ബോധ്യമായാൽ അമ്മ സാന്നിധ്യം കൊണ്ട്, സന്ദേശം കൊണ്ട്, ശക്തമായ ഇടപെടലുകൾ കൊണ്ട്, ദൈവികമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നിരന്തരം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് സൗഖ്യമായി തീരും, സമാധാനമായി തീരും, വിശ്വാസത്തിൻ്റെ ആഴപ്പെടലായി മാറും. അത് തടസ്സപ്പെട്ട് കിടക്കുന്ന ചില മേഖലകൾക്ക് തുറവിയായി തീരും. അങ്ങനെ ഉടമ്പടി നമുക്ക് ദൈവസന്നിധിയിൽ വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ നാളുകളിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദ്ധതിയാണ്. സന്തോഷത്തോടുകൂടി ഉടമ്പടി നമുക്ക് ജീവിക്കാം. വിശ്വസ്തയോടുകൂടി അതിൻ്റെ ഓരോ നിബന്ധനയും പാലിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. വലിയ കാര്യങ്ങൾ
നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തതയുള്ളവരാകാം. അമ്മ മാതാവിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.